ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാക്കാന്റെ കുട്ടി ബർത്ത്ഡേ കേട്ടോ. അപ്പൊ അവനക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങി കൊടുക്കുന്ന വീഡിയോ ആണ്. എന്നിട്ടും അവന്റെ എക്സ്പ്രഷൻ എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കേക്ക് വാങ്ങാൻ പോകണേ രാത്രി മുറിക്കുള്ളൂ, കാരണം സ്കൂളിൽ പോയോണ്ടേ. അപ്പൊ നമുക്ക് രാത്രി നമുക്ക് സർപ്രൈസ് കൊടുക്കട്ടോ. അങ്ങനെ നമ്മൾ കേക്കിന്റെ ഷോപ്പിൽ എത്തിട്ടോ. അവിടെ എനിക്ക് ഒരുപാട് കേക്കുകൾ ഉണ്ട്. കുറച്ചേരം നിന്നിട്ടാണെങ്കിൽ നമ്മളൊരു കേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ അത് വാങ്ങി നമ്മൾ നേരെ വീട്ടിലെ ഫ്രിഡ്ജിലാണ് കൊണ്ടുവച്ചു. അപ്പൊ ഗൈസ്, നമ്മൾ ആദ്യം സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന കേക്ക് കയറ്റി നമ്മളത് വിളിക്കും. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയുണ്ട് നോക്കട്ടോ. അപ്പൊ ബർത്ത്ഡേ സർപ്രൈസ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യണം, കാരണം ഞാൻ പ്രതീക്ഷിച്ചമായിട്ടുള്ള എക്സ്പ്രഷനും എക്സൈറ്റ്മെന്റും ഓന്റെ മുഖത്തില്ല. എന്താണ് സന്തോഷം? എനിക്ക് തോന്നുന്നത് ഈ ബർത്ത്ഡേ സർപ്രൈസിന്റെ വീഡിയോസ് ഒക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നാണ്, കാരണം അതിൽ കാണുന്ന എക്സൈറ്റ്മെന്റും എക്സ്പ്രഷനും ഒന്നും ഈ ചക്കന്റെ മുഖത്തിൽ കേട്ടോ. പിന്നെ ഓനിക്കുള്ള ഒന്നാമത്തെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആക്കന്റെ രണ്ടു കുട്ടികളും വരൂല എന്നുള്ളതാണ്. കാരണം ഒരുപാട് സമയം ഇപ്പൊ തന്നെ വഴുകിക്കണേ. പിന്നെ ഇവനെ ഹാപ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഓരില്ലെങ്കിലും ഓന്റെ കൂടെ നമ്മൾ കട്ടൊക്കെ നിന്നെടുക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് കട്ടിയാലാണ് സ്റ്റാർട്ട് ചെയ്തു. മറ്റേ കുട്ടികൾ ഇല്ലാത്തതിന്റെ വിഷമം ഓന്റെ മുഖത്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രസമില്ല. അപ്പൊ ഉറങ്ങി കിടന്ന ചെക്കന്മാരെ നമ്മൾ വിളിച്ചോണ്ട് എടുത്താണ് കൊടുക്കുന്നത്. അവർക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ സന്തോഷക്കുറവ് ഇപ്പം മാറിട്ടോ, കാരണം ചെക്കന്മാർ വന്നപ്പോ ഓണായി. ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു സർപ്രൈസ് ആണ് തരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? വെറും തീറ്റ മാത്രമേ അല്ലേ? അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? എന്താണ് എനിക്കുന്നൊരു ബർത്ത്ഡേ എനിക്കൊന്ന് പറയാനുള്ളത്? എന്താ പറയും, എന്തിനൊക്കെ പറയും. അറിയില്ലാന്നോ? അനക്കെന്താ പറയാനുള്ളത്? അനക്കൊന്നും പറയാനില്ല. ജെങ്കിലൊന്നും പറയും. കാറോ? എന്ത് കാറ്? മറ്റേ ടോയ് കാറോ? അനക്കൊന്നും പറയാനില്ല. ഇജറക്കണെങ്കിൽ ബർത്ത്ഡേ പോയി ഇതല്ലേ എന്തെങ്കിലും പറയും. അപ്പൊ ഒരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ എത്ര നല്ല രീതിക്ക് മൂഞ്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല രീതിക്ക് മൂഞ്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗിഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഓ എക്സൈറ്റ്മെന്റും അവൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഇവർക്ക് എന്താ പറയാ, ഓല് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ചിരിച്ചാൽ നിൽക്കണം. ആ ഒരു കേക്ക് കിട്ടിയതിൻ്റെ ഒരു സാധനമൊന്നുമില്ല. അപ്പം അങ്ങനെ കട്ട് ചെയ്തു, അങ്ങ് മൂഞ്ചി. പിന്നെന്താ വെച്ചാൽ ബർത്ത്ഡേനെ കുറിച്ച് ചോദിച്ചാലും ഒന്നും പറയാനൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പം എല്ലാവർക്കും ബൈ.